ഇത് ബാങ്കുകാർക്ക് എന്തോ ഇതിൽ വലിയ കളിയുണ്ട്. അതുകൊണ്ടാണ് ഈ പോലീസുകാരുണ്ടല്ലോ, ബാങ്കുകാർ തന്നെയാണ് 100% ഈ ബാങ്കുകാരൊക്കെ തന്നെയാണ് നമ്മളിങ്ങനെയുള്ള ചൂഷണത്തിന് വിധേയമാക്കുന്നത്. അവർ പലയിടത്തും പലരെയും പിടിച്ച് ഒരു റൂമിൻ്റെ അകത്ത് കുത്തിയിരുത്തി ശ്രദ്ധിക്കുക. ഒരുപാട് നമ്മളെ ഫോണിന് ആൻഡ്രോയിഡ് ഫോണായാലും ഡപ്പ ഐഫോൺ ആയാലും ശരി തന്നെയാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ കുറച്ച് ആൾക്കാരുടെ ഫോണുകൾ പെട്ടെന്ന് തന്നെ ആരോ എവിടെന്നോ എങ്ങനെയോ ഒന്നും അറിയത്തില്ല, ആരാണെന്ന് പോലും അറിയത്തില്ല, അവരുടെയൊക്കെ ഫോണുകൾ ഹാക്ക്, നമ്മളെ അഡ്രസ്സ് ഫുള്ളും അവരിലുണ്ട്. അറിയിക്കുന്നത് ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസിനൊന്നും അല്ല, സാധാരണ ആൾക്കാരെയാണ്. നമ്മളെന്നെയാണ് നമുക്ക് പണി വാങ്ങിച്ച് പിടിക്കുന്നത്. ലിങ്ക് കയറിയത് മാത്രമേ ഇയാൾക്ക് ഓർമ്മയുള്ളൂ. പോയി നമ്മുടെ ഫോണിലേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഒരു രേഖയും അവർക്ക് ഒരു OTP പോലും കൊടുക്കാതെ മറ്റൊരാൾ നമ്മുടെ ഫോണിലേക്ക് തുരന്ന് കയറുക. അതിൽ നിന്ന് നമ്മുടെ പല ഡീറ്റെയിൽസുകളും അവർ കളക്ട് ചെയ്യുക. പിന്നെ അതിൽ നിന്ന് വാട്സപ്പ് വഴി നമ്മുടെ പേഴ്സണൽ വാട്സപ്പ് വഴി നമ്മളെ സുഹൃത്തുക്കൾക്കും നമ്മളെ ബന്ധുക്കൾക്കും മെസ്സേജ് അയക്കുക, അവരിൽ നിന്ന് പണം ആവശ്യപ്പെടുക. ഹോസ്പിറ്റൽ കേസാണ്. നമ്മൾ പല വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഫോണുകൾ ഇതേപോലെ ഹാക്കായി അവരെ ബന്ധുക്കളെ വിളിച്ചു പണം ആവശ്യപ്പെട്ടു, അവർ അയച്ചു കൊടുത്ത് 30,000 അയച്ചു കൊടുത്ത് പോയി. ഇന്നൊക്കെ നമ്മൾ ന്യൂസിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസിനൊന്നും അല്ല, സാധാരണ ആൾക്കാരെയാണ്. ഈ ക്രെഡിറ്റ് കാർഡൊക്കെ ആഗ്രഹിച്ച് ക്രെഡിറ്റ് കാർഡൊക്കെ എടുക്കുമല്ലോ, ഓരോ സിവിൽ സ്കോറൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിവിൽ സ്കോറൊക്കെ കഷ്ടപ്പെട്ട് എടുത്ത് ഇങ്ങനെയുള്ള കാർഡുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് ഇങ്ങോട്ട്. അവരെ നിന്നൊക്കെ കുറച്ച് പൈസയൊക്കെ ഇങ്ങനെ വലിഞ്ഞു പോയാലും വലിയ പ്രശ്നമില്ല, അവർ കേസിനൊന്നും പോകില്ല. അപ്പോൾ ഇത് എന്താണ് ഇതിന് കാരണം, എന്താണ് സംഭവം എന്ന് വെച്ചാൽ കൈസ്, എൻ്റെ അറിവിൽ ഞാൻ ഒരുപാട് നോക്കി എന്താണ് ഇങ്ങനെയൊക്കെ. ഇപ്പം ബാങ്കിൽ നിന്നാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ചീറ്റിങ്സ് നമ്മൾ ചെയ്യുന്നതെന്ന് എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ബാങ്കുകാർ നമ്മളെ പറ്റിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ. നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ കുറച്ച് ആൾക്കാരുടെ ഫോണുകൾ പെട്ടെന്ന് തന്നെ ആരോ എവിടെന്നോ എങ്ങനെയോ ഒന്നും അറിയത്തില്ല, ആരാണെന്ന് പോലും അറിയത്തില്ല, അവരുടെയൊക്കെ ഫോണുകൾ ഹാക്കാവുകയും അവരുടെ ഫോണിലുള്ള ഫുൾ ഡീറ്റെയിൽസും അവരിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തായിരുന്നു. വാട്സപ്പ്, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള എല്ലാം അവരുടെ ഫോണിൽ നിന്നും അപ്രത്യക്ഷമായി പോവുകയാണ്. മണിക്കൂറോളം ടൈം കാണിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിരുന്ന ഗൈസ്? വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ സ്മാർട്ട് ഫോണിലല്ല, മറ്റാരോ എവിടെയോ എഴുതുന്ന നമ്മൾ ആ ഫോണിലേക്ക് കടന്നുകൂടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ തടയാം? നമ്മളിപ്പോൾ ന്യൂസ് ചാനലിന് മുമ്പ് കേട്ടോണ്ടിരിക്കുകയല്ലേ, നമ്മളെ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഫോണുകളൊക്കെ ഹാക്ക് ചെയ്യുക, അടുത്ത ബന്ധുക്കളെ വാട്സപ്പ് വഴി ചാറ്റ് ചെയ്തിട്ട് പൈസകൾ ആവശ്യപ്പെടുക, എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൈസകളൊക്കെ ചോദിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ അവരൊക്കെ സെലിബ്രിറ്റീസ് അവരൊക്കെ കഴിഞ്ഞു, അവരുടെ കാലങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അവരൊന്നും പോയി ഇങ്ങനെ ചോർന്നെടുക്കാനൊന്നും പറ്റില്ല, അവരൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാരെയാണ്, നമ്മുടെ പോലുള്ള ആൾക്കാരെയൊക്കെയാണ് ഇപ്പോൾ അവർക്ക് നോട്ടം. നമ്മളിൽ നിന്നൊക്കെ 10-50 രൂപ പോയാൽ നമ്മളൊന്നും വലിയ വില കൊടുക്കൂല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് അതൊരു ധൈര്യമാണ്, ഇവരൊന്നും പരാതിക്കൊന്നും പോകത്തില്ലല്ലോ. 10,000 രൂപ ഇങ്ങനെയൊക്കെ പോയിട്ട് ഇവർ മിണ്ടാതിരിക്കും, അയ്യോ അക്കൗണ്ടിൽ നിന്ന് 10,000 രൂപ പോയി, പിന്നെ എന്താ ഫോൺ ഹാക്കായി. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കും. പിന്നെ ഫോണൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ഈ ഫോൺ കൊണ്ട് വിൽക്കും. ഇപ്പോൾ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അല്ലേ ഒരു ഫോൺ ഇങ്ങനെ എടുത്ത് അതിൽ വാട്സപ്പ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത്, അല്ല പല ബാങ്ക് അക്കൗണ്ടുകൾ ഇൻസ്റ്റാൾ ചെയ്ത്, ഫോൺ റീചാർജ് ചെയ്ത് പല ഇതിലും ചെയ്ത് വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ ഒരു ലിങ്ക് അയക്കുക, ആ ലിങ്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ കയറുമ്പോൾ നമ്മുടെ ഫോൺ അങ്ങ് ഹാങ് ആയി പോകും. പിന്നെ എൻ്റെ വാട്സപ്പ് പോയി, എല്ലാം അതിൻ്റെ സമയത്തിന് അങ്ങ് പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടല്ലേ. അത് ഒരു ബിസിനസ്സിനെ തന്നെ വല്ലാതെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനായിട്ട് നമ്മൾ തന്നെ ഒന്ന് കെയർ ചെയ്യണം. നമ്മൾ ന്യൂസ് ചാനലൊക്കെ പറയുന്ന പോലെ പല ആപ്പുകൾ ഇങ്ങനെ നിന്ന് ചെയ്യില്ല, ഇങ്ങനെയൊന്നുമല്ല. നമ്മൾ ശ്രദ്ധിക്കുക. ഒരുപാട് നമ്മളെ ഫോണിന് ആൻഡ്രോയിഡ് ഫോണായാലും ഡപ്പ ഐഫോൺ ആയാലും ശരി തന്നെയാണ്, നമ്മളെ ഫോണുകളെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. നമ്മൾ പലരും ശ്രദ്ധിക്കില്ല. ഇപ്പോൾ ബാങ്ക് ലോൺ തന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും, ബാങ്ക് ലോൺ, ഇന്ന ലോൺ വേണോ 2 പ്രാവശ്യം ബാങ്കുകാർ തന്നെയായിരിക്കും ഇത് ചെയ്യുന്നത്. ബാങ്കുകാർ തന്നെ ആളെ വെച്ച് ചെയ്യിക്കും. എന്നിട്ട് പറയും നിങ്ങൾക്ക് ലോൺ ക്രെഡിറ്റ് കാർഡ് തരാം, ഒരു ക്രെഡിറ്റ് കാർഡ് തരും. വീണ്ടും അടുത്ത ആളെ കൊണ്ട് വിളിക്കും, വേറൊരു ക്രെഡിറ്റ് കാർഡ്, ആ ക്രെഡിറ്റ് കാർഡ്, 3ാമത്തെ ക്രെഡിറ്റ് കാർഡ് എടുക്കാമ്പോൾ നിങ്ങളെ ഫോണിൽ നിങ്ങളെ ഹാക്ക് ചെയ്ത് ഏതെങ്കിലും ബാങ്കുകാർ തന്നെയായിരിക്കും ഇതൊക്കെ പ്ലാൻ ചെയ്ത് നിങ്ങളെയൊക്കെ ചൂഷണം ചെയ്യുന്നത്. ബാങ്കുകാരൊക്കെ ഈ പണി ചെയ്യും കേട്ടോ, ഞാൻ ചുമ്മാ പറയുന്നതല്ല. ബാങ്കുകാർക്ക് ഇതിൽ വലിയൊരു പണി ഉണ്ട്. അത് വിശ്വസിച്ചാൽ അതിൽ തെളിവ് കാണിച്ചാന്ന് പറഞ്ഞാൽ തെളിവൊന്നുമില്ല കേട്ടോ, സത്യമായിട്ടുമില്ല. എനിക്കങ്ങനെ തോന്നി, ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു സഹോദരൻ്റെ ഫോൺ ഇതേപോലെ പെട്ടെന്ന് ബാങ്കിൽ നിന്നാണ് കോൾ വന്നത് കേട്ടോ.
ബാങ്കിൽ നിന്ന് കോൾ വന്ന് ഇതുപോലെ ക്രെഡിറ്റ് കാർഡ് അയാൾ ഇങ്ങനെ വിളിക്കുന്ന ക്രെഡിറ്റ് കാർഡെല്ലാം അയാൾ എടുക്കുന്നുണ്ട്. ഒരുപാട് ക്രെഡിറ്റ് കാർഡൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പോൾ അയാളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് എന്തൊരു ICICI ബാങ്ക് എന്തൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നിങ്ങൾക്ക് ഇത്ര ശതമാനം ഇത്ര ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ എടുക്കാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇയാൾ ICICI കുറച്ച് ആക്രാന്തമുള്ള ടൈപ്പാണ്. അപ്പോൾ ഇയാൾക്ക് 1.5 ലക്ഷം രൂപ എങ്ങനെ ക്രെഡിറ്റ് കാർഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുക, ഞാൻ ലിങ്ക് അപ്പോൾ ലിങ്ക് അയച്ചാൽ ആ ലിങ്ക് കയറി നിങ്ങൾ അഡ്രസ്സ് എല്ലാം വെരിഫിക്കേഷൻ ചെയ്താൽ മതി. ലിങ്ക് കയറിയത് മാത്രമേ ഇയാൾക്ക് ഓർമ്മയുള്ളൂ, പോയി വടലത്തോണ്ടി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അനുഭവം വെച്ച് ഇത് ബാങ്കുകാർക്ക് എന്തോ ഇതിൽ വലിയ കളിയുണ്ട്. അതുകൊണ്ടാണ് ഈ പോലീസുകാരുണ്ടല്ലോ, പോലീസുകാർ ഞാൻ കുറ്റം പറയുന്നില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് നിസ്സഹായരാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു കേസിൽ. ഈ പൈസ പോകുന്ന കേസിൽ അവർക്ക് യാതൊന്നും ചെയ്യാൻ. അവർക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അവരങ്ങ് ഈ അടിച്ച് പൈസ ഈ ബാങ്ക് നമ്മളെ ഹാക്ക് ചെയ്തില്ല, ആൾ എവിടെയോ ഇരിക്കണമെന്ന് പറയും. ഞാൻ ഇനി ഗവൺമെൻറ് ചെയ്യുമ്പോൾ അവരൊന്നും പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് അവർ വളരെ നിസ്സഹായരാണ്. പിന്നെ അവർ പറയും നിങ്ങൾ സഞ്ചാർ സാധി കയറി കംപ്ലയിൻറ്റ് ചെയ്യണം, ഒരു കാര്യമില്ല, അവിടെ കിടക്കും. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ ഫോണുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. ഒരു കുഴപ്പമില്ല, ഒരുത്തനും നമ്മളെ ഫോണുകളൊന്നും ചെയ്യില്ല. നമ്മൾ ഈ പറഞ്ഞ ലിങ്കുകളിലൊക്കെ എത്ര വിശ്വാസമുള്ള അടുത്ത് അയച്ചെന്നാൽ ലിങ്കിലൊന്നും കയറി പ്രസ് ചെയ്യാതെ ഇരുന്നാൽ മതി. വെറുതെ എന്തിന് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കയറി തലയിടാൻ പോകുന്നു അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെ ഫോണിലൊന്നും വലുതായിട്ട് ഹാക്ക് ആകുന്ന പറയും. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ ഫോൺ ഇപ്പോൾ ഹാക്കായാലും ഞാൻ അതിലൊന്നും ഇല്ല എടുക്കുക. അതുകൊണ്ട് വലുതായിട്ട് ആരും ഹാക്കൊന്നും ചെയ്യാനൊന്നും പോകില്ല. എന്നാലും നിങ്ങളുടെ ഇത് പറയാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മളെ ഫോണുകളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ലിങ്കിലൊന്നും കയറി കളിക്കാതിരിക്കുക. കുറേ ഒരു ബാങ്കിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്ക് ഇട്ടിരും. ബാങ്കുകാർ തന്നെയാണ് കേട്ടോ, ബാങ്കുകാർ തന്നെയാണ് 100% ഈ ബാങ്കുകാരൊക്കെ തന്നെയാണ് നമ്മളിങ്ങനെയുള്ള ചൂഷണത്തിന് വിധേയമാക്കുന്നത്. അവർ പലയിടത്തും പലരെയും പിടിച്ച് ഒരു റൂമിൻ്റെ അകത്ത് കുത്തി ഇരുത്തിയിട്ട് നമ്മളെയൊക്കെ പിടിച്ച് ഇങ്ങനെ ആക്കാൻ പറയും. അമ്മമാരെയൊക്കെ പിടിച്ച് നമ്മളെ അഡ്രസ്സ് ഫുള്ളും അവരിലുണ്ട്, അവരിൽ മാത്രമേ ഉള്ളൂ, അവർക്ക് മാത്രമേ നമ്മളിങ്ങനെ ചൂഷണം ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. അതുകൊണ്ട് ബാങ്കുകാരെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. എന്നെ അടിച്ച് കളയുന്നതാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എനിക്ക് പറയാൻ വേറെ ഒന്നുമില്ല. ശ്രദ്ധിക്കുക, ബാങ്കിൽ നിന്ന് പറഞ്ഞ കോളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അറ്റൻഡ് ചെയ്യുക. അതിന് ശേഷം ആ ലിങ്കിലൊക്കെ കയറി പ്രസ് ചെയ്യാൻ നോക്കുക. ആവശ്യമില്ലാത്തതിൽ കയറി പ്രസ് ചെയ്ത് നമ്മൾ തന്നെയാണ് നമുക്ക് പണി വാങ്ങിച്ച് പിടിക്കുന്നത്. അല്ല അവരൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ കൊള്ളാം അല്ലേ? നമുക്ക് തന്നെ നമ്മൾ സാധാരണ ഇപ്പം അവരൊക്കെ സാധാരണ ആൾക്കാരിലേക്ക് വന്നിരിക്കുകയാണ്. അവർ പരാതിക്കും പോകില്ല, ഒന്നിനും പോകില്ല. ചുമ്മാ പോയതും കളഞ്ഞിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അടുത്ത എന്തിനാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അവർ പഠിച്ച് അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കാം. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.